പാഠം 678. ഒരു യോഗ്യതാ പരീക്ഷ. ഹലോ, ആ വിദ്യ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇല്ലില്ല, ഇന്ന് ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇന്നിവിടെ ഒരു ജോലിക്കാരി വരിക, ജാനകി. ഒറ്റയ്ക്ക് ഈ അടുക്കളയിലും മുറ്റത്തൊക്കെ യുദ്ധം ചെയ്ത് ഞാൻ മടുത്തു. ഒരു ജോലിക്കാരി ഇല്ലാതെ പറ്റില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞതോടെയാണ് മോഹനേട്ടൻ ഒന്ന് സമ്മതിച്ചത്. കുറച്ച് കഴിയുമ്പോ ആള് വരും. നമ്മുടെ ഉത്തമന്റെ ഏർപ്പാടാ. ഇന്ന് ജാനകി വന്നാ അവക്ക് വീട്ടിലെ രീതികളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണ്ടേ. അതുകൊണ്ട് ഇന്ന് ഞാൻ ലീവാ. നാളെ രാവിലെ കാണാം. അതൊരു കഥയാ മോളെ. ജോലിക്കാര് വരുന്നത് വില്ലേജ് ഓഫീസർക്ക് ഇപ്പോഴും അങ്ങ് ദഹിച്ചിട്ടില്ല. അതെ അതെ. ശരി, ജാനകി വന്നിട്ട് ഞാൻ വിളിക്കാം. മോനേട്ടാ, വിദ്യ വിളിച്ചിരുന്നു. നമ്മളുടെ വീട്ടു ജോലിക്കാരെ വെക്കാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടേ അവക്ക് വിശ്വാസമാവുന്നില്ല. ജോലിക്കാരി വെക്കാൻ മോഹനേട്ടൻ സമ്മതിച്ചോ എന്നാണ് അവള് ചോദിക്കുന്നത്. ജോലിക്കാരി വെക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. സമ്മതിച്ചില്ലേ? അപ്പൊ മോഹനേട്ടനല്ലേ ഇന്നലെ പറഞ്ഞത് ജോലിക്കാരി വരട്ടെ, കൊള്ളാവുന്ന ആളാണെങ്കിൽ നമുക്ക് ജോലിക്ക് വെക്കാന്ന്? അത് സത്യം. ആള് വരട്ടെ, നമുക്ക് പറ്റിയ ആളാണെങ്കിൽ വെക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ആള് ഇതുവരെ വന്നില്ല. വന്നാലല്ലേ ആള് കൊള്ളാമോ ഇല്ലെന്നൊക്കെ പറയാൻ പറ്റൂ. എന്താണ് സാറിന്റെ ഉദ്ദേശം? വന്നു കയറുന്നയാളെ എന്തെങ്കിലും കടുത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് തോൽപ്പിച്ച് ജോലിക്ക് കൊള്ളില്ല എന്ന് തീരുമാനിക്കാമെന്നാണോ? മോനേട്ടാ, ജാനകി വരുന്ന അടുക്കള ജോലി ചെയ്യാനാണ്. അവളോട് അമേരിക്കയുടെ പ്രസിഡന്റ് ആരാണെന്നോ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നൊക്കെ ചോദിച്ച് ഉത്തരം മുട്ടിക്കാനാണ് പരിപാടിയെങ്കിൽ അത് നടക്കൂല. അതൊക്കെ അറിയാവുന്ന ഒരാൾക്ക് വീഡിയോയിലേക്ക് വരേണ്ട കാര്യം കേട്ടോ. ഭാമേ, ഞാൻ ഒരു വില്ലേജ് ഓഫീസറും നീ ഒരു വക്കീലുമാണ്. നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു ജോലിക്കാരിക്ക് അതിന് തക്ക വിവരവും ലോകപരിചയവും ഒക്കെ ഉണ്ടായിരിക്കണം. അല്ലാതെ വേറെ ഒരു ജോലിക്കും കൊള്ളാത്തത് കൊണ്ട് അടുക്കള ജോലിക്ക് ഇറങ്ങിയ ഒരാളായിരിക്കരുത്. മോഹനേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഞാൻ ജാനകിയോട് ജാനകി ആ പുറംപോക്കിന്റെ ഫയൽ എടുത്തു തരൂ എന്ന് പറയുമ്പോ പുറംപോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാതെ കണ്ണും തള്ളി നിൽക്കാതെ ഞാൻ ഉദ്ദേശിച്ച ഫയൽ എന്താണോ അത് എടുത്തു തരാനുള്ള കഴിവ് ആ കുട്ടിക്കുണ്ടായിരിക്കണം. അത് മോഹനേട്ടന്റെ ആഫീസിൽ സ്വയംപ്രഭയോ ശിശുപാലൻ ചേട്ടനോ ഒക്കെ ചെയ്യുന്ന ജോലിയല്ലേ? അതെ. വീട്ടു ജോലിക്കാരെ അതൊക്കെ അറിയുന്ന എന്തിനാണ്? ഭാമേ, നീ ഒരു വക്കീലാണല്ലോ. പെട്ടെന്നൊരു അത്യാവശ്യം വരുമ്പോ ജാനകി ആ ഐപിസി എടുത്തോളൂ എന്ന് ചിലപ്പോ നീ പറയും. അപ്പൊ ജാനകി എടുത്തോണ്ട് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയാണെങ്കിലോ? ഇത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇതല്ല ഞാൻ ചോദിച്ചത്. ആ ചുവന്ന കവറുള്ള പുസ്തകം ഇങ്ങ് എടുക്കൂ എന്ന് ഞാൻ പറയും. അത്ര ഉള്ളു കാര്യം. അത് മതിയല്ലോ. മോനേട്ടാ, എന്റെ നിർബന്ധത്തിന് വഴങ്ങി ജോലിക്കാരിയെ കൊണ്ടുവരാൻ സമ്മതിച്ചിട്ട് മുട്ടാപ്പോക്ക് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവളെ ജോലിക്ക് കൊള്ളില്ല എന്ന് വരുത്തി തീർത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് എന്റെ സ്വഭാവം മാറും. പിന്നെ അടുക്കള ജോലിയൊക്കെ വില്ലേജ് ഓഫീസർ തന്നെ ചെയ്യേണ്ടി വരും. അത് ഓർത്താ കൊള്ളാം. ഹലോ. വക്കീലെ, ഞാനാണ്. എന്താ ഉത്തമ? അതെന്ത് ചോദ്യമാണ് വക്കീലെ? ഉത്തമ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ ഏറ്റതാണെന്ന് അറിഞ്ഞൂടെ? ജാനകം കൊണ്ടൊരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. ഉത്തമ, പിന്നെ മോഹനേട്ടൻ സാറിന്റെ മൂഡ് എങ്ങനെ വക്കീലെ? കാണാ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തോളണം. ഇവിടെ ഭയങ്കര ഇന്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത്. മോഹനേട്ടന്റെ സ്വഭാവം അറിയാലോ. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പറയാതെ വന്നാൽ സംഗതി പ്രശ്നമാവും. വക്കീല് പറഞ്ഞതൊക്കെ ഞാൻ ജാനകിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നും വരാതെ വക്കീല് നോക്കിയോണം. അത് ഞാൻ ഏറ്റു. അപ്പൊ ശരി വക്കീലെ, 15 മിനിറ്റ് ഞാൻ ജാനകി അവിടെ എത്തിയിരിക്കും. ശരി. ഗുമസ്തൻ മത്തായി ചേട്ടൻ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചതാ. എന്തത്യാവശ്യം? എനിക്ക് 1314 അത്യാവശ്യങ്ങളുണ്ട്. അതെല്ലാം എനിക്ക് മോഹനോട് പറയാൻ പറ്റുമോ? അല്ല പിന്നെ ജോലിക്കാരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ വ്യവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ആ പെൺകുട്ടി ഇവിടെ വന്നതിന് ശേഷം പിന്നെ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ ജോലിക്ക് നിർത്താമെന്ന് നീ കരുതണ്ട. മോഹനേട്ടാ, ഇന്നലെ മുതലേ മോഹനേട്ടൻ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം ഞാനും പറഞ്ഞു.
ജാനകി അത്യാവശ്യം ലോകപരിചയമൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. പിന്നെ അടുക്കള ജോലിക്കാരിക്ക് ലോകപരിചയത്തെക്കാട്ടിലും കൂടുതൽ വേണ്ടത് അടുക്കളയിലെ കാര്യങ്ങളെ പറ്റിയല്ലേ. അത് അവക്ക് നന്നായിട്ട് അറിയാന്നാണ് ഉത്തമൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഭാമയെ നിന്റെ കുഴപ്പം. കേരളത്തിലുള്ള 98% സ്ത്രീകൾക്കും അടുക്കള കാര്യങ്ങൾ അറിയാമായിരിക്കും. നിനക്ക് അടുക്കള ജോലിയെ പറ്റി നന്നായി അറിയാമല്ലോ. അവരെ അറിയൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെയും നിന്റെയും അന്തസ്സിന് പറ്റുന്നത് പോലെ പെരുമാറാനും ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്താനും അവർക്ക് പറ്റുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. അതിന് മാത്രം ഇങ്ങനെ നോക്കി നടത്താൻ ഇവിടെ എന്ത് കാര്യം ഇരിക്കുന്നു മോനേട്ടാ? രാവിലെ അടുക്കള കയറി ഭക്ഷണം ഉണ്ടാക്കണം, മുറ്റമടിക്കണം, വീട് വൃത്തിയാക്കണം, ആഴ്ചയിൽ ഒരിക്കൽ തുണികളെല്ലാം കഴുകിയിടണം. അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. കണ്ടോ നീ പറഞ്ഞപ്പോ എത്ര നിസ്സാരം. ഇത്രയും നിസ്സാരമായ ജോലി ചെയ്യാൻ മടിച്ചിട്ടാണ് നീ ഒരു ജോലിക്കാരി വെക്കുന്നത്. ഇതിനെയാണ് ധൂർത്ത് 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 എന്ന് പറയുന്നത്. ഞാൻ വീട്ടിൽ തന്നെ ചുമ്മാ ഇരിക്കായിരുന്നെങ്കിൽ ഇതൊക്കെ നിസ്സാര ജോലികളായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ. രാവിലെ മുതൽ വൈകിട്ട് വരെ വക്കീൽ ഓഫീസിലും കോടതിയിലുമായി ജോലി ചെയ്യുന്ന ഒരു വക്കീലല്ലേ ഞാൻ. ആ ജോലിയോട് വീട്ടു ജോലിയോട് പ്രയാസമായതുകൊണ്ടാണ് ഒരു ജോലിക്കാരി വേണമെന്ന് ഞാൻ പറഞ്ഞത്. ആയിക്കോട്ടെ, നിന്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ എതിര് നിൽക്കുന്നൊന്നും വേണ്ട. പക്ഷെ എന്റെ വ്യവസ്ഥകൾ മുഴുവൻ പാലിക്കപ്പെടണം. ആ വ്യവസ്ഥകൾ മുഴുവൻ പാലിക്കപ്പെട്ടാൽ ഒരു വേലക്കാരി നിർത്തുന്നുണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. സാറിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിഞ്ഞൂടെ. ഈ കളിയിൽ എന്നെ തോപ്പിക്കാന്നാണ് സാറിന്റെ വിചാരം. അത് നടക്കൂല. ജാനകി എന്ന പേരിൽ അറിയപ്പെടുന്ന പുരാണ കഥാപാത്രം ആര്? ആ കഥാപാത്രത്തിന് ജാനകി എന്ന പേര് എങ്ങനെ വന്നു? കേരളത്തിൽ എത്ര വില്ലേജ് ഓഫീസുകളുണ്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഒരു വീട്ടിൽ കൂടുതൽ പ്രാധാന്യം ഭർത്താവിനോ ഭാര്യയ്ക്കോ? 2 കാരണങ്ങൾ പറയുക. സമൂഹത്തിന് കൂടുതൽ നന്മകൾ ചെയ്യുന്ന വില്ലേജ് ഓഫീസർമാരോ വക്കീലന്മാരോ? അമ്മേ, ഇതൊന്നും നോക്കിയില്ലേ PSC പരീക്ഷയോ? ഇമ്മാതിരി ചോദ്യമൊക്കെ വീട്ടിൽ ജോലിക്ക് വരുന്ന പെൺകുച്ചിനോട് ചോദിക്കുന്നത് എന്തിനാണ്? ഉത്തമ, ജോലിക്കാരി എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ വില്ലേജ് ഓഫീസർ. എന്റെ നിർബന്ധം സഹിക്കവയ്യാതെയാണല്ലോ ഇപ്പൊ ജോലിക്കാരെ വെക്കാന്ന് സമ്മതിച്ചത്. അങ്ങനെ വന്നപ്പോ വില്ലേജ് ഓഫീസർ വെച്ച വ്യവസ്ഥകളാണ് ഈ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ എഴുതി വെച്ചത് ഞാൻ കണ്ടു എന്നുള്ള കാര്യം മോഹനേട്ടൻ അറിയില്ല. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ജാനകിയെ കാണാതെ പഠിപ്പിച്ചിട്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ. ഇത് വലിയ കഷ്ടം തന്നെ. വീട്ടു ജോലിക്കാരിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാമോ, ചോറ് സാമ്പാറും വെക്കാൻ അറിയാമോ എന്നൊക്കെ ആലോചിച്ച പോരെ? സത്യം പറഞ്ഞത് നന്നായി ഉത്തമ. മോഹനേട്ടന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ജോലിക്ക് വെച്ചോളാന്ന് മോഹനേട്ടനോട് വാക്ക് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അപ്പൊ പിന്നെ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനകിയെ നിയമിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്തോന്ന് അത് പറയാം. ഒന്നാമത്തെ ചോദ്യം, ജാനകി എന്ന പേരിൽ അറിയപ്പെടുന്ന പുരാണ കഥാപാത്രം ആര്? ആ പേര് എങ്ങനെ വന്നു? ഉത്തരം അറിയാം ഉത്തരം? ജാനകി എന്നൊക്കെ പറയുമ്പോ അതെ, വേറെ ആരുമല്ല, സീതയാണ്. സീത, രാമായണത്തിലെ സീത. ഓ, നമ്മുടെ സീത. പിന്നെ ഈ പേരെങ്ങനെ വന്നു എന്നുള്ള ചോദ്യം. ജനക മഹാരാജാവിന്റെ പുത്രിയായതുകൊണ്ടാണ് സീതയ്ക്ക് ജാനകി എന്ന പേര് കിട്ടിയത്. മനസ്സിലായല്ലോ? ജനക മഹാരാജാവിന്റെ പുത്രി. അടുത്തതാ, കേരളത്തിൽ എത്ര വില്ലേജ് ഓഫീസുകളുണ്ട് എന്ന്. വില്ലേജ് ഓഫീസർ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നയാൾ അത്യാവശ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണല്ലോ അത്. കേരളത്തിൽ 1453 വില്ലേജ് ഓഫീസ് ഉണ്ട്. 1453. 1453. ഫോണിലൊന്ന് അടിച്ചിട്ടേക്ക, ഇല്ലെങ്കിൽ മറന്നു. തെറ്റിക്കരുത്. 1453. ശരി. ഇനി മൂന്നാമത്തെ ചോദ്യം, അതെനിക്ക് വേണ്ടിയാ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര് എന്നുള്ളതാണ്. ഉത്തമൻ അറിയാം ആരാന്ന്?
അറിഞ്ഞൂടാ. ഡോക്ടർ BR അംബേദ്കർ. ഓ, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇനിയുള്ള ചോദ്യമാണ് കടുപ്പം. ഒരു വീട്ടിൽ ഭർത്താവാണോ ഭാര്യയാണോ വലിയ ആൾ? അതിന് ഭർത്താവ് എന്നുള്ള ഉത്തരം പറഞ്ഞാലേ വില്ലേജ് ഓഫീസർക്ക് സന്തോഷാവുള്ളൂ. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോ വില്ലേജ് ഓഫീസറെ സൂചിപ്പിച്ച് എന്തും പറയാം. ഭർത്താവിനാണ് കൂടുതൽ ബുദ്ധി, ഭർത്താവിനാണ് ശക്തി, ഭർത്താവിനാണ് ലോകപരിചയം, അങ്ങനെ എന്ത് വേണേലും പറഞ്ഞു. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വില്ലേജ് ഓഫീസറാണോ വക്കീലാണോ വലിയ ആൾ? ഈ ചോദ്യം 1500 വയസ്സ് ഉത്തമം തന്നെ കേട്ടിട്ടുണ്ടല്ലോ. അതിന് എന്തുത്തരം പറഞ്ഞാലാണ് മോഹനകൃഷ്ണൻ സാറിന് തൃപ്തിയാകുന്നുള്ള കാര്യം ഉത്തമൻ അറിയാലോ. പിന്നെ വക്കീലന്മാരെ കൊണ്ട് നാട്ടുകാർക്ക് ഉപയോഗമില്ല, കള്ളന്മാർക്കേ പ്രയോജനമുള്ളൂ. പാവപ്പെട്ടവർക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ വിചാരിക്കണം. കരമടയ്ക്കാനും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരാനും വില്ലേജ് ഓഫീസർക്കേ പറ്റൂ. ഈ രാജ്യത്ത് പ്രധാനമന്ത്രി ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. വില്ലേജ് ഓഫീസർ ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. ഈ സൈസ് സംഭവങ്ങളല്ലേ? അത് തന്നെ. അത് ഞാൻ ഏറ്റു. ഈശ്വര, വീട്ടുജോലിക്ക് ഒരാളെ വെക്കണമെങ്കിൽ എന്തൊക്കെ അറിയണം? സാധാരണ മനുഷ്യർക്കാണ് അറിയേണ്ടത്. ജോലിക്കാരിക്ക് ജോലിയൊക്കെ അറിയാമോ, അവളുടെ സ്വഭാവം നല്ലതാണോ എന്നൊക്കെയല്ലേ. പക്ഷെ ഇവിടുത്തെ സാറ് ഒരു സാധാരണ സാറല്ലല്ലോ. അപ്പൊ പിന്നെ കാര്യം സാധിക്കാൻ ഇങ്ങനെ വളഞ്ഞ വഴി നോക്കേണ്ടി വരും. ഇന്ന് ജാനകി ഇങ്ങും വരട്ടെ. മോഹനേട്ടന്റെ കണ്ണ് രണ്ടും ബൾബ് പോലെ ബ്ലുമ്മ നിൽക്കുന്ന നമുക്ക് കാണാം. വക്കീലിനോടാണ് വില്ലേജ് ഓഫീസറുടെ കളി. മൂന്നാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? ഇത് മോഹനേട്ടൻ എത്ര ഇവിടെ അങ്ങ് റെഡിയായോ? എന്തു പറ്റി? മണി 8 പോലും ആയിട്ടില്ല. ഓ, മനസ്സിലായി. ജാനകി വരുമ്പോ ഇന്റർവ്യൂ ചെയ്യാനുള്ളതാണല്ലോ. അപ്പോ മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കണമല്ലോ. കൊള്ളാം കൊള്ളാം. അപ്പൊ എന്താ ഉദ്ദേശം? എന്തൊക്കെയാണ് സാറിന്റെ ചോദ്യങ്ങൾ? അത് ആ കുട്ടി വരുമ്പോ ഞാൻ ചോദിച്ചോളാം. അതില് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുക. ജാനകി വരുന്നത് അടുക്കള ജോലി ചെയ്യാനും മുറ്റോടിക്കാനുമാണ്. IAS പരീക്ഷയുടെ ഇന്റർവ്യൂ നടത്തുന്ന പോലെ ഇന്റർവ്യൂ നടത്തിയാൽ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവക്ക് മനസ്സിലാവില്ല. ഒടുവിൽ അവള് നാട്ടിലിറങ്ങി ആ വീട്ടിലെ സാറിന് ഭ്രാന്താണേ എന്ന് പറയും. അത് പറയിക്കണോ വേണ്ടേ ഒന്ന് സാറ് തന്നെ ആലോചിക്കും. കുറെ നേരമായാലും ഇതും പറഞ്ഞ പറയാൻ നടക്കുന്നു. ഞാൻ ആവശ്യമില്ലാത്ത ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു വക്കീലും വില്ലേജ് ഓഫീസറും താമസിക്കുന്ന വീട്ടിൽ അടുക്കള ജോലിക്കായി വരുന്ന ഒരു പെൺകുട്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ചോദിക്കൂ. തീർന്നല്ലോ പ്രശ്നം. ഇതൊരുമാതിരി ദുർവാശിയാ മോനേട്ടാ. മോഹനേട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ വീട്ടില് കാര്യങ്ങൾ നടക്കാവൂ എന്നുള്ളൊരു ദുർവാശി. സാധാരണ വീടുകളിൽ ഇങ്ങനെ ഒന്നുമല്ല സംഭവിക്കുന്നത്. ഒരു വേലക്കാരി വെക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ ഗൃഹനാഥൻ പറയും, അടുക്കള ജോലിക്കാരി തീരുമാനിക്കുന്നത് അവരോട് ഇടപെടുന്ന സ്ത്രീകളല്ലേ എന്ന്. വീട്ടുകാരി ജോലിക്കാരിയെ നിശ്ചയിക്കും. ഇവിടെ പക്ഷെ അതൊന്നും അല്ലല്ലോ അവസ്ഥ. ഉത്താനാന്ന് തോന്നല്ലോ. മോനേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ജോലിക്കാരിയെ വെക്കുന്ന പരിപാടി എങ്ങനെ മുടക്കാമെന്ന് മോഹനേട്ടന് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഇപ്പോ ഇവിടെ വെച്ചങ്ങ് കളഞ്ഞേക്കണം. ഒരു കാര്യം മുടക്കാനേ പ്രത്യേകിച്ച് സാമർത്ഥ്യത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം നടത്തണമെങ്കിൽ നല്ല മനസ്സും അതിനുള്ള ആഗ്രഹവും വേണം. നമസ്കാരം വക്കീലേ. നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ ജാനകി. നമസ്കാരം. നമസ്കാരം. ഉത്തമൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്താ അതിന്റെയൊക്കെ ആവശ്യം ജാനകിക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇവിടുത്തെ സാർ ഒരു പ്രത്യേക ടൈപ്പാ. ഏയ്, അതൊന്നും കുഴപ്പമില്ല വക്കീലേ. സാറ് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കട്ട് ജാനകി മണിയായിട്ട് ഉത്തരം പറയും ഇല്ലേ? എന്നാ കയറുവാ. ആ മോനേട്ടാ, ഇതാ ഉത്തമൻ പറഞ്ഞ ജാനകി. ജാനകി, ഇത് മോഹനേട്ടൻ, വില്ലേജ് ഓഫീസറാണ്. നാട്ടിലൊക്കെ വലിയ പേരാ. K. മോഹനകൃഷ്ണൻ സാറെന്ന് പറഞ്ഞ നാട്ടുകാരൊക്കെ ഞെട്ടു. കൈ തൊഴുത് നമസ്കാരം പറ. കൈ തൊഴുത് നമസ്കാരം പറ. നമസ്കാരം സർ. നമസ്കാരം.
എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങോട്ട് നോക്ക്. ഉത്തമൻ. ഓ സാർ. ഒന്ന് വരൂ. എന്താ സാറേ? പുറത്തേക്ക്. അല്ല വരണേ. എന്താ ചേച്ചി പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഇതൊക്കെ സാമ്പിളല്ലേ, ശരിക്കുള്ളത് വരാനിരിക്കുന്നേ ഉള്ളൂ. എന്താണ് സാറേ? ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുവന്നത് ഉത്തമനായതുകൊണ്ട് പറയുക, എന്റെ വീട്ടിൽ ജോലി ചെയ്യാനുള്ള കഴിവ് ആ കുട്ടിക്കുണ്ടോ എന്ന് അറിയാനായിട്ട് 5 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. അത് ചോദ്യമാണ് സാറേ. അത് ഞാൻ അവളോട് ചോദിച്ചോളാം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ അവൾക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് ഞാൻ സമ്മതിക്കും. വലിയ കുഴപ്പം പിടിച്ച ചോദ്യമൊന്നും ആവരുതേ സാറേ, ആ കൊച്ചൊരു പാവമാണ്. ഞാൻ അവളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അവളുടെ പേര് ജാനകിയാണെന്ന് പറഞ്ഞല്ലോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ഒരു അനിയൻ, അനിയത്തി. അനിയനും അനിയത്തി പഠിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ മുഴുവനും നോക്കുന്ന ഈ കൊച്ചാണ്. ഈ കുട്ടി ഏത് ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? 10ാം ക്ലാസ് വരെ സാറേ. 10ാം ക്ലാസ്. അത് കഴിഞ്ഞപ്പോ പഠിത്തം നിർത്തേണ്ടി വന്നു. ദാരിദ്ര്യമൊക്കെ ആയിരുന്നു സാറേ. ഈ പെൺകുട്ടി ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അയ്യേ, അങ്ങനെയൊന്നുമില്ല സാറേ. അല്ല, അത് ഉത്തമനെങ്ങനെ അറിയാം? സാറ് ജീവിക്കാൻ പാടുപെടുന്നതിന്റെ ഇടയിൽ ഈ പ്രേമിക്കാനൊക്കെ എവിടെ സാറേ നേരം? അതുമല്ലെങ്കിൽ അവള് നല്ല കുട്ടിയാണ്, പ്രേമിക്കാനൊന്നും പോകൂല. പ്രേമിക്കാൻ നടക്കുന്നവർ മോശക്കാരാണ് എന്നാണ് ഉത്തമൻ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? അങ്ങനെയല്ലേ സാറേ, ഈ പ്രേമം എന്ന് പറയുമ്പോ പലതരത്തിലുള്ള പ്രേമം ഉണ്ടല്ലോ. ഓ, ചില പ്രേമം കൊള്ളാം, നല്ലതാണ്, ചിലത് പ്രശ്നമാണ്. അങ്ങനെയല്ലേ സാറേ? അങ്ങനെയല്ല. പ്രേമം എന്നത് വെറുതെ സമയം കളയാൻ ഓരോരുത്തർ കണ്ടുപിടിക്കുന്ന തട്ടിപ്പാണ്. അങ്ങനെ ആയിരിക്കും. ശരി, അപ്പോ ഇനി ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ. ഒരു കാര്യം ഞാൻ കൃത്യം പറഞ്ഞേക്കാം. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായില്ലെങ്കിൽ ആ കുട്ടിക്ക് ഇവിടെ ജോലിയില്ല. അവൾ ഉത്തരം പറയും സാറേ. നോക്കാം. ഞാൻ ഉത്തമനോട് പറഞ്ഞു കൊടുത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഉണ്ടേച്ചി. ജാനകി എന്നത് സീതയുടെ പേരാണ്. കേരളത്തിൽ 1453 വില്ലേജ് ഓഫീസുകളുണ്ട്. ഡോക്ടർ അംബേദ്കർ ആണ് ഭരണഘടനാ ശില്പി. പിന്നെ വീട്ടിൽ ഗൃഹനാഥനാണ് വലിയ ആള്. വക്കീലന്മാരെക്കാളും വലിയ ആവശ്യം വില്ലേജ് ഓഫീസറെ കൊണ്ടാ. ഇത് പോരെ? മതി 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 മതി. പിന്നെ വില്ലേജ് ഓഫീസറാണ് വലിയ ആള് എന്നതിന്റെ കാരണം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ടേച്ചി. ഞാൻ ഉത്തമനോട് ജാനകിയെ പറ്റി ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. എന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആളെ പറ്റി എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണമല്ലോ. അതൊക്കെ ഉത്തമൻ നേരത്തെ പറഞ്ഞല്ലേ? അതെ അതെ. എന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്ക് കാര്യങ്ങൾ നേരിട്ട് കേട്ടറിയണം. പിന്നെ ഈ വീട്ടിൽ താമസിക്കുന്നത് ഒരു വക്കീലും വില്ലേജ് ഓഫീസറുമാണ് എന്നുള്ള കാര്യം ജാനകിക്ക് അറിയാമല്ലോ. അറിയാം സർ. ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് വളരെയധികം നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ ജാനകിയോട് ഏതാനും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. അതിനെല്ലാം ജാനകി കൃത്യമായി ഉത്തരം പറയണം. ശരി സർ. ചോദ്യം 1. ഒരു ചായ തിളയ്ക്കാൻ എത്ര സമയമെടുക്കും? അല്ല, അത് എന്താ, ജാനകിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ലേ? അറിയാം സർ. അപ്പൊ പിന്നെന്താ പ്രശ്നം? പറയൂ, ഒരു ചായ തിളയ്ക്കാൻ എത്ര സമയമെടുക്കും? അല്ല സാർ, അതിപ്പോ ഗ്യാസിലാണെങ്കിൽ ജാനകി പറയും. അത് ചായ അടുപ്പിൽ വെച്ചാൽ കുറച്ച് കഴിയുമ്പോ തിളയ്ക്കും. അങ്ങനെ പറഞ്ഞാ പോരാ. ഒരു ചായ തിളയ്ക്കാൻ 6 മുതൽ 7 മിനിറ്റ് വരെ എടുക്കും. ചോദ്യം 2. കണ്ണെന്തോ എന്തിനാണ് ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോഴും മീൻ വറുക്കുമ്പോഴും നമ്മൾ മഞ്ഞൾ പൊടി തൂവുന്നത്?
അത് രുചി കൂടാനാ സർ. ഒരിക്കലും ഭക്ഷണ വസ്തുക്കളിലെ വിഷാംശങ്ങളെ നിർവീര്യമാക്കാൻ തക്ക ഔഷധമൂല്യമുള്ള വസ്തുവാണ് മഞ്ഞൾ. അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം. നമ്മൾ ഭക്ഷണത്തിൽ സ്ഥിരമായി വെളുത്തുള്ളി ചേർക്കാറുണ്ട്. വെളുത്തുള്ളി കൊണ്ടുള്ള പ്രധാന പ്രയോജനം എന്താണ്? വെളുത്തുള്ളി ഉണ്ടെങ്കിൽ പാമ്പ് വരൂല സാറേ. വരൂല. അതാണ് എന്റെ അടുത്ത് പാമ്പ് ഓടിക്കാൻ നടക്കുന്ന ശേഖരനാണ് പറഞ്ഞത്. പാമ്പിനെ ഓടിക്കാൻ വെളുത്തുള്ളി ബെസ്റ്റ് ആണെന്ന്. ജാനകി പറയൂ. അത് പിന്നെ ശരീരത്തിൽ ദഹനം വളരെ വേഗത്തിലാക്കാൻ വെളുത്തുള്ളിക്ക് കഴിയും. അറിയായിരുന്ന നാലാമത്തെ ചോദ്യം. മോനട്ടാ മതി. ജാനകി ഇവിടെ വന്നത് അടുക്കള ജോലിക്കല്ലേ? നമ്മൾ പറയുന്നല്ല വെച്ചുണ്ടാക്കി തരാൻ. അതിന് ഈ ശാസ്ത്രമൊന്നും പഠിക്കേണ്ട കാര്യമില്ല. എന്നോട് സാറ് ചോദിക്കാൻ പോകുന്നത് ഈ ചോദ്യങ്ങളാണെന്ന് ഉത്തമൻ ചേട്ടൻ പറഞ്ഞില്ല. കേരളത്തിൽ എത്ര വില്ലേജ് ഓഫീസ് ഉണ്ടെന്ന് സാറ് ചോദിച്ചു നോക്ക്. ഞാൻ പറയും 1453. അല്ല അത് പിന്നെ സാറ് ഒരു വില്ലേജ് ഓഫീസർ ആണല്ലോ. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് എന്ന് ഞാൻ കരുതി. അത്രേ ഉള്ളൂ. അല്ലാതെ സാർ ഇപ്പൊ ഈ ചോദിക്കുന്ന ചോദ്യം ചോദിക്കുമെന്നുള്ള കാര്യം വക്കീൽ എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോലും ഇല്ല. അടുക്കള ജോലിക്കായി വരുന്ന കുട്ടിയോട് അത്തരം ചോദ്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ എന്ന് ഭാമ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചത്. 3. ഒന്നിനും ഈ നിൽക്കുന്ന ജാനകി ഉത്തരം പറഞ്ഞിട്ടില്ല. എന്നാലും കുട്ടി വന്നല്ലേ, ജോലി കയറുന്നുള്ളൂ. പക്ഷേ ജോലി ഭംഗിയായി ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പറഞ്ഞു വീട്ടിൽ വിടും. ജോലി ഭംഗിയായി ചെയ്തോളാം സാർ. ചെയ്യും സാർ, ചെയ്യും. ജോലി ചെയ്യും. ജോലി ചെയ്യും. ഉത്തമ, ജാനകിയെ അടുക്കളയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പോഴേക്കും ഭാമ അവിടെ എത്തും. ഞാനാ അറിയാം. ഉത്തമൻ അടുക്കള എവിടെയാണെന്ന് അറിയില്ലേ? അറിയാം സാറേ. ചെല്ല്. ശരി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോവും. അങ്ങോട്ട് ഒരു നിമിഷം. എന്താ വനട്ടാ? ഞാൻ ഈ കടലാസിൽ എഴുതിയ 5 ചോദ്യങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു ചോദ്യമുണ്ട്. അത് ചോദിക്കട്ടെ? എന്താ? വക്കീലിനാണോ വില്ലേജ് ഓഫീസർക്കാണോ കൂടുതൽ ബുദ്ധി? അതെ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ കുഴപ്പം? ബുദ്ധി ഇവിടെ ആർക്കാണെന്ന് പറയൂ. കൂടുതൽ ബുദ്ധി ഓഫീസർക്ക് തന്നെയാ, സമ്മതിച്ച്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞു നോക്കിയതാണ് വക്കീൽ. പക്ഷേ അവരുടെ കണക്ക് കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ വഴി മാറി ഓടിക്കളഞ്ഞു. സാരമില്ല, അതുകൊണ്ട് ദോഷമൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ആശ്വസിച്ച് ഇന്നത്തേക്ക് വിടാം. പുതിയ വേലക്കാരിയുടെ പുത്തൻ കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.